ഈ വീക്കിലേക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ണികളും ചേട്ടനും കൂടിയിട്ട് അടുത്തുള്ള ഷക്ലാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനും ഉണ്ണികളും സെറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് പോണത്. സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങനെ പോണതേക്ക് ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു മിഠായി സ്വപ്നം കണ്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെയെങ്കിലും സോപ്പ് ഇട്ട് അച്ഛനെ കൊണ്ട് അമ്മനെ കൊണ്ട് വാങ്ങിക്കാം എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ പോണത്. അവിടെ പോയി രണ്ടാളും അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓറഞ്ചും ആപ്പിളും. ഇന്ന് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓഫർ ഇടില്ല. നമ്മൾ പൊതുവെ ഓഫറുള്ള ദിവസങ്ങളിലാണല്ലോ പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണികൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും എടുത്തിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുപ്പാറ എന്തോ ഒരു മിഠായി കണ്ടുപിടിച്ചിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അമ്മ ഞാൻ ഈ മിഠായി കഴിച്ചിട്ടില്ല, പൊട്ടണ മിഠായി ആണെന്നൊക്കെയും പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാം, ഇത് വാങ്ങാമെന്നൊക്കെയും പറയുന്നുണ്ട്. ഇന്ന് പോയപ്പോഴേ വെജിറ്റബിൾസിൻ്റെ ഇടയിൽ ഞാനൊരാളെ കണ്ടു കേട്ടോ, നമ്മുടെ കടച്ചക്ക. കടച്ചക്ക എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കടച്ചക്ക. എനിക്ക് നാട്ടിലുള്ളപ്പോൾ കടച്ചക്ക നല്ല പോലെ നമ്മൾ ഉപ്പേരിക്കും വെക്കുമല്ലോ. വെറുതെ മുളകും ഉള്ളിയിട്ടിട്ട് വെറുതെ കാച്ചി കഴിഞ്ഞ് കടച്ചക്ക കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഉപ്പേരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടച്ചക്ക, കൂർക്ക, കൂർക്കയില ആ ഒരു സീസണിലേക്കും എപ്പോഴും വീട്ടിൽ കൂർക്ക ഉണ്ടാവും. കൂർക്ക ഞാൻ വെറുതെ നമുക്ക് ചോറില്ലാതെ വെറുതെ ഇങ്ങനെ കറിക്കും വെച്ച് ഇങ്ങനെ കഴിക്കും, ഉപ്പേരി പോലെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കടച്ചക്ക കണ്ടപ്പോൾ ഞാനൊരു ചെറുതൊരെണ്ണം നോക്കി വാങ്ങിച്ചു കേട്ടോ. വന്നപ്പോൾ തന്നെ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ ആദ്യം എടുത്തത് നമ്മുടെ കടച്ചക്ക വൃത്തിയാക്കാനായിരുന്നു. ഇത്തിരി മൂപ്പ് അധികം എന്താ പറയുക ചള്ള് കടച്ചക്കയാണ് കേട്ടോ. അധികം മൂത്തിട്ടില്ല. ഞാൻ മൂത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്, പക്ഷെ അധികം മൂത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനത് മുറിക്കണതിൻ്റെ ഇടയിൽ നല്ല പശുവും വന്നു. അപ്പോൾ വേഗം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് രണ്ട് കയ്യിലും പരട്ടിയിട്ട് പിന്നെ കടച്ചക്ക നന്നാക്കാൻ നിന്നിട്ട്. ചെറുതാണ്, അധികം മൂത്തിട്ടൊന്നുമില്ല. കടച്ചക്ക നന്നാക്കി എടുക്കാനായിരുന്നു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി വയ്ക്കാൻ സിമ്പിളാണല്ലോ. എല്ലാ ഉപ്പേരി ഒരുപോലെ തന്നെ. വെറുതെ നമ്മുടെ ഉള്ളി വെളിച്ചെണ്ണ ഇട്ട് കാച്ചുക, അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി നല്ലപോലെ വരുമ്പോൾ കടച്ചക്ക ഇടുക. അത്രേ ഉള്ളൂ. എന്ത് സിമ്പിളല്ലേ ഉപ്പേരി വയ്ക്കാൻ. നന്നാക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ.